ഈ ഹോട്ടൽ ബിസിനസ്സിൽ ശാരദാമ്മ 100% വിജയിക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം ശാരദാമ്മയ്ക്ക് നന്നായിട്ട് ജോലി അറിയാം. രണ്ടാമത്, ആത്മാർത്ഥതയുള്ള ശാന്തയെപ്പോലുള്ള പണിക്കാരവിടെ സത്യാമ്മയ്ക്കൊപ്പം ഇല്ല. ഇതിപ്പോ എന്തെങ്കിലും ഒരു കൈസഹായം ചെയ്യാന്ന് വെച്ചാ നേരായ രീതിയിൽ ചെയ്യാൻ സമ്മതിക്കൂല. എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയട്ടെ. എന്നാലും സമ്മതിക്കണ രണ്ടുപേരെയും എല്ലാവരെയും അങ്ങോട്ട് വിശ്വസിപ്പിച്ചു കളഞ്ഞില്ലേ? എന്നിട്ട് എന്തുണ്ട് അവിടുത്തെ പുതിയ വിശേഷം? ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഓർഡർ പിടിക്കാനും കൊടുക്കാനും ഒക്കെ സത്യാമ്മയ്ക്ക് വലിയ ഉത്സാഹം. ഇപ്പോ ഒരു ഫുഡ് കോമ്പറ്റീഷനിലും പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ആ, പരിശുദ്ധം കറി മസാല അങ്ങനെ എന്തോ അല്ലേ അവരല്ലേ നടത്തുന്നത്? ശാരദാമ്മയെ പങ്കെടുക്കുന്നുണ്ടോ? ആ, അവരിവിടെ വന്നിരുന്നു. ഓ, പക്ഷെ ഞാനൊന്നുമില്ലെന്ന് അപ്പൊ തന്നെ അവരോട് പറഞ്ഞു. എനിക്കങ്ങ് വയ്യ. കുറെ നാളുകൾക്ക് മുമ്പ്, ഇവളുടെ കല്യാണത്തിന് മുമ്പ് ഒരു മത്സരത്തിൽ പങ്കെടുത്തതിന്റെ അനുഭവം ഇതുവരെ മാറിയിട്ടില്ല. വെറുതെ എന്തിനാ അറിയുന്നവരുടെ ഇടയിൽ കിടന്ന് വെറുതെ മത്സരിച്ച് വെറുപ്പ് സമ്പാദിക്കുന്നത്? ഓ, സത്യാമ്മയൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തോട്ടേ ഇല്ല. നീ വാ. അല്ല ശാന്തിജി, സത്യാമ്മ പങ്കെടുക്കുന്നു എന്നുള്ളത് ഉറപ്പാണോ? അതെ, സത്യാമ്മ പങ്കെടുക്കുന്നത് രാഘവൻ സാറിന് വേണ്ടിയാ കുഞ്ഞെ. സാറിന് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉണ്ട്. ചികിത്സിക്കുന്നതിന് ഒരുപാട് പൈസയൊക്കെ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് ജയിച്ചു കിട്ടിയാൽ രാഘവൻ സാറിന്റെ ചികിത്സയ്ക്കുള്ള തുക കിട്ടുമല്ലോ. ആ ഒരു ആശ്വാസത്തിലാ സത്യാമ്മ ഇപ്പോ. ഒരല്പം വാശിയും മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. ആളൊരു പാവമാണ്. ഇപ്പോ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടതിന്റെ ഒരു അങ്കലാപ്പും ഉണ്ടല്ലോ. എല്ലാം സത്യാമ്മയായിട്ട് വരുത്തി വെച്ചതല്ലേ. ഒരു കാര്യത്തിലും വിഷ്ണുവേട്ടൻ ഇടപെട്ടിട്ടുമില്ല. ഇപ്പോഴും സത്യാമ്മ ചികിത്സയ്ക്ക് ഇത്രയും പണം വേണോ എന്നുള്ള കാര്യമൊന്നും വിഷ്ണു കുഞ്ഞിനെ അറിയിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ്, വാശിയ. ഒറ്റയ്ക്കെല്ലാം നേടണമെന്നുള്ള വാശി. എന്തായാലും വേണ്ടില്ല. രാഘവൻ സാറിന്റെ അസുഖം ഭേദമായാൽ മതിയായിരുന്നു. ഞങ്ങളോടൊക്കെ വലിയ സ്നേഹവും കരുതലും ഒക്കെയാ. എന്തായാലും ശാന്തിച്ച് സത്യാമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഈ കോമ്പറ്റീഷനിൽ സത്യാമ്മയെ സഹായിക്കുകയും വേണം. ശാരദാമ്മ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാണല്ലോ പോയത്. ശാരദാമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മത്സരം നടക്കുമായിരുന്നു. അത് ശരിയാ. വാശി ഉണ്ടാവുമ്പോഴാണല്ലോ മത്സരത്തിനൊരു മുറുക്കം വരുന്നത്. സത്യാമ്മയും ശാരദാമ്മയും നേർക്കുനേർ നേരിടുന്നത് കാണുന്നവർക്ക് നല്ലൊരു കാഴ്ചയാവും. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. നമുക്ക് അമ്മയെ കൊണ്ട് മത്സരിപ്പിക്കാന്നേ. ഏറ്റുമുട്ടട്ടെ രണ്ടമ്മമാരും കൂടി. ആരെ ജയിക്കുമെന്ന് നമുക്കൊന്ന് അറിയുകയും ചെയ്യാലോ. ശാന്തേ, ദേ വിളിക്കുന്നു. ഞാനെന്താന്ന് നോക്കട്ടെ. അപ്പോ ഒരു മത്സരം ഉറപ്പ്.